പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന്റെ താരമായിരുന്ന ഹ്യൂഗോ ബോമസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനു വേണ്ടി ഒരുപാട് മത്സരങ്ങളൊന്നും കളിക്കാനായിട്ട് ബോമസിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ജോണി കൗക്കോ ടീമിൽ വന്നതിന് ശേഷം ബോമസിന് അവസരം പോലും കിട്ടാതെയായി. അതുകൊണ്ട് തന്നെ ബോമസ് അടുത്ത സീസണിൽ മോഹൻ ബഗാൻ ടീമിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് ബോമസിനെ മറ്റൊരു ഐഎസ്എൽ ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. IFTWC റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഒഡീഷ FC ഹ്യൂഗോ ബോമസിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരുടെ കോച്ചായിട്ടുള്ള സെർജിയോ ലൊബേറ അടുത്ത സീസണിലും ടീമിനോടൊപ്പം ഉണ്ടായേക്കും. മുൻപ് ലൊബേറയുടെ കീഴിൽ ഹ്യൂഗോ ബോമസ് മികച്ച ഫോമിൽ കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ്. ഹ്യൂഗോ ബോമസിനെ സ്വന്തമാക്കിയതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഒഡീഷ FC ഉടനെ തന്നെ പുറത്തുവിടുന്നതായിരിക്കും. ഹ്യൂഗോ ബോമസ് കൂടി ടീമിൽ വരുമ്പോൾ ടീം ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമായിട്ടുള്ള റോയ് കൃഷ്ണയും അടുത്ത സീസണിൽ ഒഡീഷ FC ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും അടുത്ത സീസണിൽ ഒഡീഷ FC ശക്തമായിട്ടുള്ള ടീമായിരിക്കുമെന്ന കാര്യം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ജോഷോ സൊറ്റീരിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷയോടെ സൈൻ ചെയ്തെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ സാധിക്കാതെ പോയൊരു താരമാണ് ജോഷോ സൊറ്റീരിയോ. മാത്രമല്ല വലിയൊരു തുക മുടക്കിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ജോഷുവെ സൈൻ ചെയ്തിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ പരിക്ക് കാരണം സീസൺ മുഴുവനും താരത്തിന് നഷ്ടമാവുകയായിരുന്നു. പല കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെയൊക്കെ സംശയമാണ് ജോഷു അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാകുമോ എന്നുള്ളത്. നമുക്കറിയാം അടുത്ത സീസൺ മുതൽ ISL ഏഷ്യൻ പ്ലെയർ വേണമെന്നുള്ള റൂളില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ജോഷുവ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. മാത്രമല്ല ജോഷുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം കോൺട്രാക്ട് ഉണ്ടെങ്കിലും ക്ലബ്ബ് അത് ടെർമിനേറ്റ് ചെയ്യുമെന്നൊക്കെയാണ് ഗോൾ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ISL ഏഷ്യൻ പ്ലെയറിന്റെ റൂള് ഇനി ഇല്ലാത്തതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എന്നാണ് ഗോൾ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ ISL കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.